അതേ ഫാറ്റ് തന്നെ ഈ അബ്നോർമൽ ആയിട്ടുള്ള സ്റ്റോറേജിലേക്ക് പോകുമ്പോൾ അത് 1-2 പിക്ചറിൽ ഇനി വരുന്ന സ്ലൈഡുകളിൽ മനസ്സിലാവുന്നുണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷന്, നേരത്തെ ഞാൻ പറഞ്ഞ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, ഈ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷനെ അത് തടസ്സപ്പെടുത്തും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 30,000 കോടിയോളം കോശങ്ങളാണ് ലിവറിനകത്തുള്ളത്. ഫാറ്റി ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ് അത് നോക്കിക്കഴിഞ്ഞാൽ NAFLDക്ക് അത് വളരെ കൂടുതലാണ്. അതേ സമയത്ത് AFLDക്ക് ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ് കുറവാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമില്ലേ, നമ്മുടെ ലിവറിനകത്ത് ഏകദേശം 30,000 കോടിയോളം കോശങ്ങളുണ്ടെന്നും ഈ 30,000 കോടിയിൽ കുറെ കോശങ്ങൾക്ക് ഡീഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനെ എഫക്ട് ചെയ്യുമെന്നും പറയുന്നത് ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആണ്. ഈ ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിവേഴ്സിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഫാറ്റി ലിവർ ഉണ്ടോ, അപ്പം നമ്മൾ നോൺ വെജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം. നോൺ വെജ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെയുള്ളത്, അല്ലാതെ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യണം എന്നല്ല. പലപ്പോഴും അതിനെ പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് എടുക്കാറുണ്ട്, പ്രോട്ടീനും ഫാറ്റും മാത്രമായിട്ട്. അങ്ങനെയല്ല, അത് പ്ലാൻ പ്രോട്ടീൻ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈവൻ NAFLD പോലും. അവിടെ പ്ലാൻ ബേസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ മിത്ത്, ഫാറ്റി ലിവർ ഓൺലി അഫക്ട്സ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഓവർവെയ്റ്റ് ഓർ ഒബീസ്. അല്ല, മെലിഞ്ഞ ആൾക്കാരിലും ചില അവസരങ്ങളിൽ ഫാറ്റി ലിവർ grade 1 ഉം grade 2 ഒക്കെ കാണാറുണ്ട്. ഈ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈവൻ അയാൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളും കൂടി കാണാം, അല്ലെങ്കിൽ അവരുടെ ഇൻസുലിൻ ലെവല് കൂടുതലായിട്ട് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഇനിയിപ്പോ നല്ല ഒരു ലിവറിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ഹെൽത്തി ലിവർ, ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. അതിനനുസരിച്ച് ഈ ഒരു ലിവറിന്റെ ഫങ്ഷൻസ് എന്താണെന്നും ഈ ഒരു ലിവർ നമ്മളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നു ഉള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോവാം. ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു വർക്ക് ഹോഴ്സ് ആണെന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു കുതിരയാണ് സാധാരണഗതിയിൽ ഏറ്റവും ശക്തി നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെ? അത്തരത്തിലുള്ള ഒരു വർക്ക് ഹോഴ്സ് ആയിട്ടാണ് നമ്മുടെ ലിവറിനെ കണക്കാക്കുന്നത്. ശരിക്കും നമ്മുടെ ശരീരഭാരത്തിന്റെ വെറും 2% മാത്രമേ ഉള്ളൂ. നോക്കുകയാണെങ്കിൽ ലിവറിനേക്കാൾ വലിയ ഓർഗൻ വേറെ ഇല്ല. ഉണ്ടെങ്കിൽ അഥവാ അങ്ങനെ കണക്കാക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നാണ്. അപ്പൊ സ്കിന്നിനെ ഓർഗനായിട്ട് കണക്കാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ലാർജസ്റ്റ് സിംഗിൾ അല്ലെങ്കിൽ ആ സോളിഡ് ഓർഗനായിട്ട് നമുക്ക് ലിവറിനെ കണക്കാക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഒരു ലിവറിനകത്തേക്ക് 2 തരത്തിലാണ് ബ്ലഡ് സർക്കുലേഷൻ വരുന്നത്. ഒന്ന് നമ്മുടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും പോഷണങ്ങളും, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്നുള്ള പോഷണങ്ങൾ മുഴുവനും ഒരു വെയിൻ വഴി നമ്മുടെ ലിവറിലേക്ക് എത്തും, ഹെപ്പാറ്റിക് വെയിൻ എന്ന് പറയും. അതുകൂടാതെ ഓക്സിജൻ അടങ്ങിയ ധമനികൾ ഹെപ്പാറ്റിക് ആർട്ടറി വഴി നമുക്ക് അത് വേറെയും ബ്ലഡ് വരുന്നുണ്ട്, ഹേർട്ടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ കുടലിൽ നിന്നും. ഇതൊക്കെ കൂടിയിട്ട് നമ്മുടെ ലിവറിലേക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 ലിറ്റർ 1.25 മുതൽ 1.5 ലിറ്റർ വരെ ബ്ലഡ് എവറി മിനിറ്റ് പാസ് ചെയ്യുന്നുണ്ട്. വലിയൊരു അരിപ്പ അല്ലെ? നമ്മുടെ അടുത്തുള്ള അരിപ്പകളൊക്കെ ഇങ്ങനെ അരിപ്പ അല്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷനെ പറ്റി പറയുമ്പോൾ ഇങ്ങനെയുള്ള ബ്ലഡ് സർക്കുലേഷൻ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് 2 ലോബുണ്ട്. ഒരു ലോബിനേക്കാൾ ഓൾമോസ്റ്റ് 6 ഇരട്ടി വലുതാണ് റൈറ്റ് ലോബ്. ലെഫ്റ്റിനെ റൈറ്റിനെ തമ്മിൽ അത്രയും വ്യത്യാസമുണ്ട്. ഇതിന്റെ കൂടാതെ പിന്നിൽ വേറെ 2 ചെറിയ ലോബുകളും ഉണ്ട്. അപ്പോൾ ലിവറിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ പലപ്പോഴും ഒരുപക്ഷെ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാര് ചിക്കന്റെയോ അല്ലെങ്കിൽ മറ്റ് ലിവർ ഭക്ഷണമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിലൊക്കെ അത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. ഇത്രയും ലോബുകളും ഇത്രയും ബ്ലഡ് വെസൽസും ഒക്കെ ഉള്ള, ഈ ബ്ലഡ് വെസൽസ് മാത്രമല്ല കേട്ടോ ലിവറിലൂടെ പാസ് ചെയ്യുന്നത്. വേറൊരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ ബൈൽ ഡക്റ്റ് ഇല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിത്തരസം. ഈ പിത്തരസത്തിന് വേണ്ടിയിട്ടുള്ള ഡക്റ്റുകളും ഇതേ ലിവറിൽ ഒത്തിരി ഉണ്ട്. അപ്പൊ രണ്ട് തരത്തിലുള്ള സർക്കുലേഷൻ ആണ് അവിടെ നടക്കുന്നത് കണ്ടിന്യൂസ്ലി. നമ്മൾ നല്ലോണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ ഒരു വലിയ ഭാഗം എഗൈൻ ലിവറിലേക്ക് പോയിട്ട് പോകുന്നത് കാണാം. മീൻസ് അത്രമാത്രം ഹൈഡ്രേഷൻ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അവിടെ ആഗിരണം ചെയ്യപ്പെടും. ഈ ഇങ്ങനെയുള്ള പല പ്രോസസ്സുകളും നടക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 500-ലധികം നോൺ ഫങ്ഷൻസ് ഉണ്ട്. ശരിക്കും അറിയപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് വേർതിരിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് 500-ലധികം. അപ്പൊ അറിയപ്പെടാത്തയും ഇനി ഒരുപാട് ഉണ്ടാവാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 75% വരെ അത് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ 3-ലൊന്നോ 4-ലൊന്നോ നമുക്ക് പറയാം, വീണ്ടും അതിനെ തിരിച്ച് ആ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കഴിവുള്ള ഒരേ ഒരു ഓർഗനാണ് റീജനറേഷൻ എന്ന് പറയും. ഒരേ ഒരു ഓർഗനാണ് ലിവർ. സോ ലിവർ അത്ര ചെറുതല്ല, ലിവർ അത്ര സിമ്പിളും അല്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ലിവർ ആവത് പരിശ്രമിക്കും. എന്നാൽ നമ്മളാണ് ഒരുപക്ഷെ നമ്മുടെ പല രീതിയിലുള്ള ജീവിതശൈലി മെത്തേഡുകൾ കൊണ്ട് അതിനെ കുറച്ചെങ്കിലും സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഞാനത് നമ്മളാണ് കുറച്ചെങ്കിലും എന്ന് പറയാൻ പ്രത്യേക കാരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. എനിവേ, എന്താണ് ശരിക്കും ലിവറിന്റെ ഫങ്ഷൻസ് എന്നൊന്ന് ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ലിവർ നമ്മുടെ ശരീരത്തിലെ ഒരു സ്റ്റോറേജ് ഓർഗൻ ആണെന്ന് പറയാം. സ്റ്റോറേജ് എന്തിനൊക്കെ? മൈക്രോ ന്യൂട്രിയൻസിനെ പറ്റിയിട്ടാണ് സ്പെഷ്യലി പറയാൻ പറ്റുന്നത്. വിറ്റമിൻ എ, ഡി, ഇ, കെ, B12, അതുപോലെ തന്നെ കോപ്പർ, മാഗ്നീഷ്യം, സിങ്ക്, അയൺ, ഇതുപോലെയുള്ള പല മിനറലുകളും അതുപോലെ തന്നെ വിറ്റമിനുകളും സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗനാണ് ലിവർ. വിറ്റമിൻ ഇ അല്ലെങ്കിൽ വിറ്റമിൻ B12 എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ. ഇന്നിപ്പം B12 ഡെഫിഷ്യൻസി കൂടാനുള്ള കാരണങ്ങൾ, ഫാറ്റി ലിവർ, NAFLD കൂടാനുള്ള ചില കാരണങ്ങളൊക്കെ തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം റിലേറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നാണ് നമ്മുടെ ബ്ലഡ് ഷുഗറിനെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത്. ബ്ലഡ് ഷുഗർ എന്തിനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത്? നമ്മുടെ ശരീരത്തിലെ എനർജി ബാലൻസ് അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോ കൂടുതൽ ഷുഗർ മോളിക്യൂൾസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കൺവേർട്ട് ചെയ്തിട്ട് ഗ്ലൈക്കോജൻ ആക്കും. ലിവറാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ചൊക്കെ ലിവറിൽ സ്റ്റോർ ചെയ്യും, കുറച്ചൊക്കെ മസിൽ ടിഷ്യൂസിൽ സ്റ്റോർ ചെയ്യും. ഇൻ കേസ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ഗ്ലൈക്കോജനെ തിരിച്ച് നമ്മൾ ഷുഗറിലേക്ക് മാറ്റുന്നുണ്ടാവും. ലിവറാണ് അതും ചെയ്യുന്നത്. അപ്പൊ ഇത്തരം പ്രോസസ്സുകളൊക്കെ ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ. പ്രൊഡക്ഷൻ ഓഫ് ബൈൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചില ആന്റി മൈക്രോബിയൽ ആക്ഷൻസിന് വേണ്ടിയിട്ടും ഒക്കെ ബൈൽ വളരെ അത്യാവശ്യമാണ്. പിത്തരസം ആവശ്യമാണ്. പിത്തരസത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം ആയിട്ടാണ് ജോണ്ടിസിനെ നമ്മൾ കാണുന്നത് അല്ലെ. ഈ ഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒക്കെ നമുക്കത് ബിലിറൂബിൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ അതിനെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡയറക്റ്റും ഇൻഡയറക്റ്റും രണ്ട് രീതിയിലാണ് ബിലിറൂബിൻ വരുന്നത്. അത് തന്നെ നമ്മുടെ ബ്ലഡ് വെസൽസ് RBC ഡാമേജ് ആയിട്ട് അല്ലെങ്കിൽ RBC അതിന്റെ ജീവിതകാലം കഴിഞ്ഞിട്ട് പുതിയ RBCയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ RBC ഡിസ്ട്രോയ് ആയിട്ട് പുതിയതിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്തൊക്കെ ബൈൽ ഈ ബിലിറൂബിൻ ഫോർമേഷനും ഉണ്ടാവാറുണ്ട്. ഓക്കെ, പ്രോട്ടീൻ സിന്തസിസ്. പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ആവശ്യമുണ്ടെന്ന് ഓൾറെഡി പല സെഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ആണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയും. ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്, രക്തം കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ആവശ്യമുണ്ട്. പ്രോത്രോംബിൻ, പല രീതിയിലുള്ള പ്രോട്ടീനുകൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുണ്ട്. കോപ്പർ അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഗ്ലോബുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓങ്കോട്ടിക് പ്രഷർ, നമ്മുടെ ബ്ലഡ് വെസലിനകത്തുള്ള പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. ഇതൊക്കെ മേജർ ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാനിവിടെ എടുത്തെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, മറ്റൊന്ന് ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. അതില് വൈറസുകളും മറ്റു പാത്തജനുകളെയും ഒക്കെ ഒന്നുകിൽ അവിടെ തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മുടെ
ലിവർ ആണ് ചെയ്യുന്നത്. നേരത്തെ ഇമ്മ്യൂൺ ഫംഗ്ഷനിൽ ഗ്ലോബുലിനെ പറ്റിയിട്ടും നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ നമുക്ക് വേണ്ടാത്ത പല ഫോറിൻ ബോഡീസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കെൽപ്പുള്ള ഒരാളാണ് നമ്മുടെ ലിവർ. ഹെപ്പാറ്റിക് പോർട്ടൽ വീൻ മെയിൻ്റനൻസ് അതിനു വേണ്ടിയിട്ടും ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മെറ്റബോളിസം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഫങ്ഷൻസ് ആണ്. മെറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയിഡ് ഹോർമോൺ അറിയില്ലേ, T4 എന്ന് പറയുന്നത്. T4ന്റെ ആക്റ്റീവ് ഫോമിലേക്ക് മാറുമ്പോൾ T3 എന്ന് പറയും കൺവേർഷൻ. ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ലിവർ ആണ്. അതുപോലെ തന്നെ ഡീടോക്സിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, നമ്മുടെ ശരീരത്തിൽ വരുന്ന കൊഴുപ്പിനെ ഡീടോക്സിഫൈ ചെയ്തിട്ട് അതിനെ നല്ല ഫാറ്റിലേക്കോ അല്ലെങ്കിൽ നല്ല രീതിയിലേക്ക് അതിനെ മാറ്റുന്നത്. കാരണം എന്താ അങ്ങനെ പ്രത്യേകം പറയാൻ കാരണം, ഏറ്റവും കൂടുതൽ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും ഫാറ്റ് മുഖേനയായിരിക്കും, അല്ലെങ്കിൽ ഫാറ്റ് ആണ് അതിനെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു ഡീടോക്സിഫിക്കേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഫാറ്റ് മാത്രമായിട്ട് അതിന് അവിടെ കിട്ടുള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട ഫംഗ്ഷനിൽ എഗെയിൻ ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ട്. അതിൽ വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകൾ, ആൽക്കഹോൾ അല്ലെങ്കിൽ ചില ഫാറ്റി ആസിഡ്സ്, അതുപോലെ തന്നെ അമോണിയ, യൂറിയ പോലെയുള്ള സാധനങ്ങൾ, ഹെവി മെറ്റൽസ്, എൻവയോൺമെന്റൽ ടോക്സിൻസ് ആയിട്ടുള്ള മറ്റ് സാധനങ്ങൾ, അലർജൻസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനെ കൺട്രോൾ ചെയ്യുക, ഇതിനെ ഡീടോക്സിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് എഗെയിൻ നമ്മുടെ ലിവറാണ്. വിറ്റമിൻ ഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വിറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷനെ പറ്റി പറയുന്ന സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വിറ്റമിൻ ഡിയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ തന്നെ ചില സെക്സ് ഹോർമോണിന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ടും ഇത് വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. അതൊരു പെർട്ടിക്കുലർ കൊളസ്ട്രോൾ, ഈവൻ വിറ്റമിൻ ഡിയെ കോളികാൽസിഫെറോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില പെർട്ടിക്കുലർ ഫോമിലേക്ക് പറയുമ്പോൾ അത് എഗെയിൻ കൊളസ്ട്രോളിന്റെ ഫോം ആയിട്ടാണ് വരുന്നത്. ഓക്കെ, സോ ഇത്രയും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. സോ എന്താണ് ഫാറ്റി ലിവർ? ഇതൊക്കെയാണ് ആരോഗ്യമുള്ള ഒരു ലിവറിന്റെ ഫംഗ്ഷൻ എങ്കിൽ ഫാറ്റി ലിവർ എന്താണ്? ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് നോക്കുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് നമ്മുടെ ലിവർ. ഫാറ്റ് ശരിക്കും നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തും സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ പല സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നത് ഒരുപക്ഷെ ലിവർ ആയിരിക്കും, അല്ലെങ്കിൽ ലിവറിന്റെ ത്രൂ ആയിരിക്കും. അപ്പോൾ ഫാറ്റ് എനർജി റിസർവ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന പല സ്ഥലങ്ങളിലും ശരിയായിട്ട് സ്റ്റോർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നല്ല വേണ്ടത്ര അളവിൽ മാത്രം സ്റ്റോർ ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കാം. അതൊരു സിമ്പിൾ കോമൺ സെൻസ് ആയിട്ട് മാത്രം പറയാം. അതേ ഫാറ്റ് തന്നെ ഈ അബ്നോർമൽ ആയിട്ടുള്ള സ്റ്റോറേജിലേക്ക് പോകുമ്പോൾ, അത് ഒന്ന് രണ്ട് പിക്ചറിൽ ഇനി വരുന്ന സ്ലൈഡുകളിൽ മനസ്സിലാവുന്നുണ്ടാവും. ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷന്, നേരത്തെ ഞാൻ പറഞ്ഞ കുറെ ഫംഗ്ഷൻസ് ഉണ്ട്, ഈ ഹെൽത്തി ആയിട്ടുള്ള ലിവർ ഫംഗ്ഷനെ അത് തടസ്സപ്പെടുത്തും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 30,000 കോടിയോളം കോശങ്ങളാണ് ലിവറിനകത്തുള്ളത്. ഈ 30,000 കോടി കോശങ്ങൾക്കകത്ത് ഫാറ്റ് വന്നിട്ട് ചിലപ്പോൾ അതിന്റെ അരിപ്പകൾ അടയാൻ, നേരത്തെ സംസാരിച്ചിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ അത്രയും നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതിനകത്തുള്ള ഈ സർക്കുലേഷനെ ബാധിക്കുക, അല്ലെങ്കിൽ പലതരത്തിലുള്ള സെല്ലുകളുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഫംഗ്ഷനെ അത് അഫക്ട് ചെയ്യും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അതിനെ ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് എന്നും പറയും. സോ ഈ ഒരു ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റി ലിവറിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അതെന്താണ്? നമുക്ക് ആ സ്റ്റേജസിലേക്ക് ഒന്നുകൂടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോവാം. രണ്ട് തരത്തിലുള്ള ഫാറ്റി ലിവർ ആണ് ഉള്ളത്. ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയും, NAFLD. രണ്ടാമത്തത് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് ഫാറ്റി ലിവർ. ഓക്കെ, ഇതിൽ തന്നെ ആൽക്കഹോളിക് ഫാറ്റി ലിവർ നിർത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്, ആൽക്കഹോളിന്റെ കൺസംഷൻ കുറച്ചാൽ മതി. ആ പേര് പറയുന്നത് പോലെ തന്നെ ആൽക്കഹോൾ ആണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വില്ലനായിട്ട് പ്രവർത്തിക്കുന്നത് ലിവറിന്. അപ്പൊ ആ വില്ലനെ നമുക്ക് മാറ്റാൻ പറ്റും. അത് നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ വളരെ എളുപ്പത്തിൽ വരുന്ന ഒരു സാധനമാണ്. പക്ഷെ ഈ നോൺ ആൽക്കഹോളിക് എന്ന് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നില്ലേ. ഈ ചില രോഗങ്ങളെ പറ്റിയിട്ട് എഴുതുമ്പോൾ ഇപ്പം അസിംറ്റമാറ്റിക് മലേറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകളുണ്ട്. സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റംസ് ഒക്കെ ഉണ്ട്, അത് ഐഡന്റിഫൈ ചെയ്തു, അതൊക്കെ കറക്റ്റ് ആണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അസിംറ്റമാറ്റിക് എന്ന് പറയുമ്പോൾ ലക്ഷണങ്ങളൊന്നുമില്ല,
ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. എന്നാൽ ബാക്കി ഇത് മലേറിയ ആണെന്നും ബാക്കി ഒരുപാട് പേർക്ക് ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും എന്നും പറയുന്നത് പോലെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ ആൽക്കഹോൾ ഉപയോഗം അല്ല അവിടുത്തെ വില്ലൻ, അതിന് പകരം മറ്റെന്തൊക്കെയോ ആണ്. അപ്പൊ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് സംസാരിക്കുന്നതായിരിക്കും ഒരുപക്ഷെ എളുപ്പം, ഒരുപക്ഷെ നമ്മുടെ ലിവറിന് നല്ലത്. ഓക്കെ, മറ്റൊരു തരത്തിലുള്ള ഫാറ്റി ലിവർ കൂടിയുണ്ട്. ഇതിനെ പറയുന്നത് പ്രഗ്നൻസി പീരീഡിൽ വരുന്ന ഒരു ഫാറ്റി ലിവർ ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യൂട്ട് ഫാറ്റി ലിവർ ഓഫ് പ്രഗ്നൻസി, AFLP എന്നാണ് അതിന്റെ പേരെങ്കിലും അത് നോർമലി മൂന്നാമത്തെ ട്രൈമസ്റ്ററിൽ, പ്രഗ്നൻസി പീരീഡിൽ മൂന്നാമത്തെ ട്രൈമസ്റ്ററിലാണ് കാണപ്പെടുന്നത്. എല്ലാവർക്കും വരണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസോ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് ഡയബറ്റിക്കോ ഒക്കെ ആവുന്ന ആൾക്കാരിലാണ് കൂടുതലായിട്ട് ഒരുപക്ഷെ കാണുക. ബട്ട് ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ 3 to 6 മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു കണ്ടീഷൻ തിരിച്ച് റിവേഴ്സ് ആവാറുമുണ്ട്. ഓക്കെ, സോ ഈ 3 തരത്തിലുള്ള ഫാറ്റി ലിവറിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും അതുപോലെ തന്നെ ആൽക്കഹോളിക് ഫാറ്റി ലിവറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ചില വ്യത്യാസങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ആൽക്കഹോളുമായിട്ട് കണക്ഷൻ ഉണ്ടോ? NAFLDക്ക് തീർച്ചയായിട്ടും കണക്ഷൻ ഇല്ല, അതേ സമയത്ത് AFLDക്ക് ഉണ്ട്. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാവാം എന്ന് നോക്കുമ്പോൾ അവിടെ കുറെ രോഗങ്ങളുടെ ലിസ്റ്റാണുള്ളത്. അതെല്ലാം ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവസ്ഥകളാണ്. ഡയബറ്റീസ്, ഒബേസിറ്റി, എലിവേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് ലെവൽസ് കൂടുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് NAFLDക്ക് ഉള്ളതെങ്കിൽ AFLDക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൽക്കഹോൾ ആണ് മേജർ കോസ്. ഫാറ്റി ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ്, അത് നോക്കിക്കഴിഞ്ഞാൽ NAFLDക്ക് അത് വളരെ കൂടുതലാണ്. അതേ സമയത്ത് AFLDക്ക് ഡീജനറേഷൻ ഓഫ് ലിവർ സെൽസ് കുറവാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമില്ലേ, നമ്മുടെ ലിവറിനകത്ത് ഏകദേശം 30,000 കോടിയോളം കോശങ്ങളുണ്ടെന്നും ഈ 30,000 കോടിയിൽ കുറെ കോശങ്ങൾക്ക് ഡീഗ്രഡേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫംഗ്ഷനെ എഫക്ട് ചെയ്യുമെന്നും പറയുന്നത് ഇവിടെ കുറച്ചുകൂടി കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേറ്ററി സെൽ ഇൻഫിൽട്രേഷൻ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങൾക്ക് അകത്തേക്ക് പോയിട്ട് അതിന്റെ ന്യൂക്ലിയസിനെയോ അല്ലെങ്കിൽ കോശത്തിന്റെ കണ്ടന്റിനെയോ ഒക്കെ പൂർണ്ണമായിട്ടും ഒന്നുകിൽ നശിപ്പിക്കുക അല്ലെങ്കിൽ അതിൽ വ്യതിയാനം ഉണ്ടാക്കുക. ആ ഒരു കാര്യം NAFLDക്ക് കുറവാണ്. അതേ സമയത്ത് AFLDക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവറിൽ അത് കൂടുതലാണ്. ഇത് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുന്ന എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആൾക്കാരിൽ ക്യാൻസറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ട്യൂമറൊക്കെ ഫോം ചെയ്യാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ് എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് ഈ ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഒന്ന്, ജനറ്റിക് ആവാം. ജനറ്റിക് ആയിട്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. അതുപോലെ തന്നെ ചില ജീനുകൾ, അത് ജീനിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഇംപ്രിന്റ് ചെയ്ത് വരുന്ന ആവണമെന്നില്ല കേട്ടോ. നമ്മുടെ ജീവിതശൈലി വളരെ മോശമായിട്ടുണ്ടെങ്കിൽ ആ ജീവിതശൈലി നമ്മുടെ ജീനുകളിൽ തൽക്കാലത്തേക്ക് ഇംപ്രിന്റ് ചെയ്ത് വരും. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ജനറ്റിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അതൊരു ലോഡഡ് ഗൺ ആണ്. എപ്പോഴാണോ നമ്മൾ അതിനെ പോയി ട്രിഗർ ചെയ്യുന്നത് അപ്പോഴാണ് അത് വെടിവെക്കുക, അല്ലെങ്കിൽ അതിന് പ്രശ്നമൊന്നുമില്ല. രണ്ടാമത്തത് ഒബിസിറ്റി. ഒബിസിറ്റിയെ പറ്റി ഓൾറെഡി നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഫാറ്റ് കൂടുതലുള്ള ഒരു അവസ്ഥയാണ് ഒബിസിറ്റി. ഓക്കെ, പിന്നെ ചില കാര്യങ്ങൾ വരുന്നതാണ് മെഡിക്കേഷൻസ്. പലതരത്തിലുള്ള മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. നമ്മൾ ഒരുപാട് മരുന്നുകൾ ആവശ്യത്തിന് കഴിക്കുന്നുണ്ട്, ചിലപ്പോഴൊക്കെ ആവശ്യമില്ലാതെ സെൽഫ് മെഡിക്കേഷൻ. ഇന്നിപ്പോ ഞാൻ വായിച്ചൊരു കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആന്റിബയോട്ടിക്കുകളുടെ യൂസേജ്, അമൃത എന്നോ മറ്റോ ആണ് ആ പ്രോഗ്രാമിന്റെ പേര്. ആന്റിബയോട്ടിക്കിന്റെ യൂസേജ് റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നേരിട്ട് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് കൊടുക്കുന്നത് നിർത്താൻ പോവാണ്. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻസ് ഒക്കെ, അങ്ങനെയുള്ള സ്റ്റെപ്സ് ഒക്കെ എന്തുകൊണ്ട് എടുക്കേണ്ടി വന്നത്? തീർച്ചയായിട്ടും നമ്മൾ മെഡിക്കേഷൻ സെൽഫായിട്ട് ഒരു ഡോക്ടർ ആവാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ ഗൂഗിൾ നോക്കിയിട്ടൊക്കെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട്. ബട്ട് അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഓക്കെ, പിന്നെ ഉള്ളതാണ് എലിവേറ്റഡ് ബ്ലഡ് ലിപ്പിഡ് ലെവൽ. ബ്ലഡ് ഷുഗർ ലെവലിനെ പറ്റി പൊതുവെ നമുക്കറിയാം, പക്ഷെ ബ്ലഡ് ലിപ്പിഡ് ലെവൽ കൂടിക്കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ. പിന്നെ ഒന്നാണ് ഡയബറ്റിസ്. നേരത്തെ ലിപ്പിഡ് ലെവലാണ് പറഞ്ഞതെങ്കിൽ ഡയബറ്റീസിൽ ഷുഗർ ലെവലാണ് കൂടുന്നത്. ബട്ട് ഈ ഷുഗർ ലെവൽ കൂടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻസുലിൻ ലെവൽ കൂടും. ഇൻസുലിൻ ലെവൽ കൂടുമ്പോൾ അത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലെത്തും. ഈ ഒരു കണ്ടീഷൻ എഗെയിൻ നമ്മുടെ ലിവറിന്റെ ആരോഗ്യത്തിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കാരണം അത് കൂടുതൽ ഫാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കും. ലിപ്പിഡ് ലെവലിൽ കൂടുന്നത് മാത്രമല്ല, ഈ ഫാറ്റ് സ്റ്റോറേജ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുകയൊക്കെ ചെയ്യും. റാപ്പിഡ് വെയിറ്റ് ലോസ് നടക്കുന്ന ആൾക്കാരിൽ ലിവർ ഫംഗ്ഷൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അത് പല കാരണം കൊണ്ടാവാം അങ്ങനെയുള്ള വെയിറ്റ് ലോസ് നടക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് തീർച്ചയായിട്ടും വെയിറ്റ് പെട്ടെന്ന് കുറയുന്നുണ്ടെങ്കിൽ 5 to 8 കിലോ വിത്തിൻ 1 month അല്ലെങ്കിൽ വിത്തിൻ 2 months കുറയുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആൽക്കഹോൾ. ഇത് ഫാറ്റി ലിവറിന്റെ കോമൺ പ്രോബ്ലം ആയതുകൊണ്ട് ആൽക്കഹോളിനും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ എങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ലിവറിൽ കുറച്ചൊക്കെ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇതേ ഫാറ്റ് സ്റ്റോറേജ് തന്നെ കുറച്ച് കൂടുതൽ ആവുകയും അത് ഇൻഫ്ലമേഷനിലേക്ക് മാറുകയും ചെയ്യുന്ന സമയത്ത് അവിടെ അക്യുമുലേഷനും സ്കാറിങ്ങും ഉണ്ടാവും. കൂടുതൽ ഫാറ്റ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ തങ്ങി നിൽക്കുകയും പിന്നീട് അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് അത് കോശങ്ങളെ എഫക്ട് ചെയ്യുന്നത്. ഈ സ്കാർ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള ടിഷ്യൂ, ഡാമേജ് വന്നിട്ടുള്ള ടിഷ്യൂസ് അത് ഹെൽത്തി സെല്ലിനെ റീപ്ലേസ് ചെയ്യും. നമുക്ക് പെട്ടെന്നൊന്നും അത് മനസ്സിലാവില്ല. കാരണം ലിവറും സ്വന്തമായിട്ട് അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ ആ ഒരു സംഭവം നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്നുള്ളതാണ് ആദ്യത്തെ സിറ്റുവേഷൻ എങ്കിൽ, അവിടുന്നത് ഹെൽത്തി ലിവറിന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിലെത്തി. അവിടുന്നത് നോൺ ആൽക്കഹോളിക് ഷിയാറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന നാഷിലേക്ക് എത്തി. ഈ നാഷിൽ നിന്നാണ് സീറോസിസിലേക്ക് എത്തുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കരൾ വീക്കം പോലെയുള്ള മറ്റ് രോഗങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് ആ സ്കാർ ടിഷ്യൂ നോർമൽ ഹെൽത്തി ലിവർ സെല്ലിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപ്തിയുള്ളതാണ്. ഓക്കെ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ ഇവിടെ എന്തൊക്കെയാണ് ശരിക്കും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഫാറ്റി ലിവറിൽ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവാം. അത് ചിലപ്പോൾ വിട്ടുവിട്ടുണ്ടാവാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവാം. സഡൻ പെയിൻ ആയിട്ടും വരാം. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങനെയുള്ള പെയിൻ വരുന്ന സമയത്ത് ഒന്ന് USG സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തിട്ട് നോക്കുന്നത്. ഓക്കെ. വെയിറ്റ് ലോസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ലിവറിന്റെ പ്രോബ്ലം തന്നെ ആവാം. എക്സസീവ് ഫാറ്റിക്, പെട്ടെന്ന് നമുക്ക് ക്ഷീണം വരിക എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാവാം. അതുപോലെ തന്നെ സ്റ്റൂൾ, നമ്മുടെ മലത്തിന്റെ കളറ് വ്യത്യാസം വരിക, ഒരു മഞ്ഞ നിറത്തിലേക്ക് മാറുക അല്ലെങ്കിൽ അത് നോർമൽ ഷെയ്ഡിൽ നിന്ന് മാറുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജോണ്ടിസും ആയിട്ട് കൂടി ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ലിവർ രോഗങ്ങളുടെ എല്ലാം ഒരു പൊതുവേ ഉള്ള അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ലക്ഷണം മഞ്ഞപ്പിത്തമായിരിക്കും. അപ്പൊ ആ മഞ്ഞ നിറം, മഞ്ഞപ്പിത്തം ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ അറിയുന്നത്? പൊതുവെ കണ്ണിലോ അല്ലെങ്കിൽ സ്കിന്നിലും നഖത്തിലൊക്കെയാണ് പൊതുവെ മഞ്ഞ നിറത്തിന്റെ ഒരു പെയിൽനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരു പെയിൽനെസ് ഈവൻ നമ്മുടെ സ്റ്റൂൾ, നമ്മുടെ മലത്തിലേക്കും എത്തും. നോസിയ, വോമിറ്റിംഗ് ഇതുപോലെയുള്ള ഇഷ്യൂസ് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ രുചിക്കുറവുണ്ടാവും. യൂറിന്റെ കളറ് കുറച്ചുകൂടി ഡാർക്കിഷ് ആയിട്ട് മാറുന്നുണ്ടാവും. അത് മിനറലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണ് അങ്ങനെ ഒരു കളർ മാറ്റം ഉണ്ടാവുന്നത്. ഈസി ബ്രൂയിസിങ്, നമ്മുടെ സ്കിന്നിൽ തന്നെ പെട്ടെന്ന് റാഷസ് വരുന്ന ഒരു രീതിയിലേക്കൊക്കെ എത്തും. ഇതൊക്കെ ഫാറ്റി ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളാണ്. സോ നമുക്ക് ഇപ്പോ സംസാരിച്ചു തുടങ്ങിയ കാര്യം ഫാറ്റി ലിവറിൽ എങ്ങനെയാണ് ഒബിസിറ്റി ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് എന്ന് നോക്കാം. സാധാരണഗതി ഹെൽത്തി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും മീൻസ് നമ്മുടെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ ഈവൻ അത് ഫാറ്റ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈവൻ ആ കോശങ്ങൾക്കകത്ത് ഹെപ്പറ്റോസൈറ്റ് എന്ന് പറയുന്ന കോശങ്ങൾ, ഈവൻ അതിനകത്ത് ഫാറ്റ് ഡ്രോപ്ലെറ്റ്സും ഒക്കെ അടങ്ങിയിട്ടുണ്ടാവും. എന്നാൽ ഒബീസ് ആയ, ഓവർവെയ്റ്റും ഒബീസും ആയിട്ടുള്ള ഒരാളുടെ, പൊണ്ണത്തടിയുള്ള ഒരാളുടെ ശരീരത്തിലെ ഫാറ്റ് അളവ് കൂടുതലാണ്, അല്ലെ? അങ്ങനെ ഫാറ്റ് അളവ് കൂടുന്നത് അയാളുടെ ജീവിതശൈലി ആണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ ഒരു ജീവിതശൈലി വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആഡിപ്പോസ് ടിഷ്യൂ, അഗൈൻ ഇത് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്ന കോശങ്ങളാണ്.
ഈ ആഡിപ്പോസ് ടിഷ്യൂ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സയൻസ് ഓഫ് ഹങ്കർ എന്ന് പറയുന്ന ഒരു ഇത് ഓർമ്മയുണ്ടെങ്കിൽ മനസ്സിലാവും. ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് വിശപ്പുണ്ടാവാനും, അതുപോലെ തന്നെ ലെപ്റ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ വിശപ്പ് മതിയായി ഇനിയിപ്പോ നിങ്ങൾ കഴിക്കേണ്ട എന്ന് പറയുന്ന ഒരു സംതൃപ്തിയുടെ ഹോർമോൺ ആയിട്ട് ലെപ്റ്റിൻ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ലെപ്റ്റിൻ അളവ് കൂടുതലാവുക, അതിനനുസരിച്ച് അത് ബ്രെയിനിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഭക്ഷണം മതി എന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് ഈ ആഡിപ്പോസ് ടിഷ്യൂ ഫ്രീ ഫാറ്റി ആസിഡ്സും ട്രൈഗ്ലിസറൈഡ്സും ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെയാണ്. അപ്പൊ ഈ ഒബിസിറ്റി ഉള്ള ഒരാളില് ആഡിപ്പോസ് ടിഷ്യൂ ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലെപ്റ്റിൻ റെസിസ്റ്റൻസ് തുടങ്ങും. അവിടെ പൊണ്ണത്തടിയുടെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന്റെ അളവ് പിന്നെ പിന്നെ കൂടിക്കൊണ്ടിരിക്കും. ഫ്രീ ട്രൈഗ്ലിസറൈഡ്സും ഫ്രീ ഫാറ്റി ആസിഡ്സും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചൊക്കെ ലിവർ പറയും ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ചോളാം, ബാക്കിയുള്ളത് നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ, ശരീരത്തിന്റെ മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് സ്റ്റോർ ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെയാണ് വിസറൽ ഫാറ്റും അല്ലെങ്കിൽ നമ്മുടെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റും ഒക്കെ കൂടുന്നത്, പ്രത്യേകിച്ചും വിസറൽ ഫാറ്റ്. ഇത് നമ്മുടെ ലിവറിനകത്തേക്ക് കൂടുതൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അവിടെ ഫാറ്റിന്റെ അളവ് കുറച്ച് വലുതാവും. അവിടെ ഈവൻ കോശങ്ങൾക്ക് പ്രശ്നങ്ങൾ വരെയും കോശങ്ങൾക്കകത്തേക്ക് കൂടുതൽ ഫാറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഇഷ്യൂസ് അഗൈൻ ഇവിടെ നിങ്ങൾ ആ ലിവറിന്റെ ഒരു ലോബ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലോബിന് ഓൾമോസ്റ്റ് 6 ഇരട്ടി വലുതാണ് മറ്റേ ലോബ്. അപ്പൊ ഈ ഒരു ലോബിലാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ഫാറ്റി ലിവറിന്റെ പ്രശ്നം കൂടുതലായിട്ട് കാണാറ്. ഓക്കെ, ഈ ഒരു അവസ്ഥ കണ്ടിന്യൂസ് ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിവേഴ്സിബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഉണ്ട് എന്നർത്ഥം. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ജീവിതശൈലിയിലൂടെ ഈ കൊളാജൻ ഫൈബേഴ്സിൽ പോലും അടങ്ങിയിരിക്കുന്ന ഫാറ്റോ അല്ലെങ്കിൽ അവിടെ റീജനറേഷൻ, ലിവറിന്റെ റീജനറേഷൻ നമുക്ക് പോസിബിൾ ആണ്. അതേ സമയത്ത് ഇത് പിന്നെയും നമ്മൾ ഒട്ടും ബോധർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സീറോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് എത്തും. അവിടെ കൊളാജൻ ഫൈബേഴ്സിലേക്ക് പിന്നീട് നമുക്ക് കൺട്രോൾ ഇല്ല. ഈ ലിവറിന്റെ ടിഷ്യൂസിന് പിന്നെ നമുക്ക് കൺട്രോൾ ഇല്ല. അത് കരൾ വീക്കത്തിനും അല്ലെങ്കിൽ മറ്റ് പല ഇഷ്യൂസിലേക്കും വളരെ ഫാസ്റ്റ് ആയിട്ട് കൊണ്ടുചേർന്നെത്തിക്കും. അതുപോലെ തന്നെ മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത് ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഈ ഹൈപ്പർ ഇൻസുലിനീമിയയ്ക്കും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഫ്രീ ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ഹൈപ്പർ ഇൻസുലിനീമിയ. കാരണം അത് സ്റ്റോറേജിനേക്ക് വേണ്ടിയിട്ട് കൂടുതൽ കൊണ്ടുപോകും. അപ്പൊ ആ സമയത്ത് നമ്മൾ ചിലപ്പോ പല സ്ഥലത്തുനിന്നും പല മെസ്സേജുകളും കണ്ടിട്ട് അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പലതും കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓക്കെ ഇനി നമ്മളൊന്ന് ഡയറ്റിങ്ങിലേക്ക് പോകാന്ന് പറയും. അങ്ങനെ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഷുഗറിന്റെ അളവ് ഓൾമോസ്റ്റ് നിൽ അല്ലെങ്കിൽ വളരെ പ്രശ്നം വരും. ഇങ്ങനെയുള്ള പെർട്ടിക്കുലർ ചില ഡയറ്റ് പാറ്റേൺ ഒക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗൈഡൻസിലോ ചെയ്യാത്ത സമയത്ത് കീറ്റോ ഡയറ്റിലൊക്കെ പലതും പറയുന്നത് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത് അത് ലിവറിനെ ബാധിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ മറ്റ് പല ഓർഗൻസിനെയും ബാധിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, സോ ലിവർ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതുകൂടിയാണ് പ്രധാനപ്പെട്ട അറിയേണ്ട കാര്യങ്ങൾ അല്ലെ. ലിവർ ഹെൽത്തിന് നമ്മുടെ ലിവറിനെ ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്, നല്ല സാധനങ്ങൾ. ഡൂസ് ആൻഡ് ഡോൺസ് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ നമ്മുടെ ഈ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസിനെ പറ്റി പറയുന്ന പോലെ തന്നെ ഡൂസ് ആൻഡ് ഡോൺസും ലിവറിനെ പറ്റിയിട്ടും ഒരുപാടുണ്ട്. പക്ഷെ മാക്സിമം നമ്മൾ കാണാൻ പറ്റും ഒരു പക്ഷെ ഹെർബൽ മോഡലിലോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ള രീതിയിലോ ആയിരിക്കും. അതിനൊരു പെർട്ടിക്കുലർ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് കുറവായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫാറ്റ് ഉള്ളത് ഒരു പക്ഷെ ഈ വെജിറ്റേറിയൻ ഫുഡിലായിരിക്കും. ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ലിവറിന് ലോഡ് കൊടുക്കാത്ത രീതിയിലുള്ള പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത്, ബ്രാഞ്ച് ചെയിൻ അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതൽ അടങ്ങിയിരിക്കുന്നതും ഒരുപക്ഷെ ഈ ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റിലായിരിക്കും. സോ എന്തൊക്കെയാണ് ബെസ്റ്റ് ഫുഡ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, അതുപോലെ തന്നെ നല്ല വിറ്റമിൻസും മിനറൽസും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇതിന് വളരെ ഹെൽപ്പ് ചെയ്യും. ഫാറ്റ് സോലബിൾ ആയിട്ടുള്ള വിറ്റമിൻസ് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത്. പ്രത്യേകിച്ചും അതിന്റെ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, വൈറ്റമിൻ എ, ഈ 3 കാര്യങ്ങൾ, ഈ 3 സാധനങ്ങളും ലിവറിനെ സംബന്ധിച്ച് വളരെ ഹെൽപ്ഫുൾ ആണ്.
ഓക്കെ. അതുകൂടാതെ ബീറ്റ്റൂട്ടും മറ്റു പിക്ചറുകളിലും ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചായ കുടിക്കുന്നതിന് പകരം ഗ്രീൻ ടീയിലേക്ക് മാറുന്നതും അല്ലെങ്കിൽ ഈവൻ പേരക്കായില എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലേക്കും ആൾക്കാർ പറയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലൊഴിച്ചിട്ട് ഒരുപക്ഷെ ഈവൻ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യമില്ലേ, ഈ വയറിന്റെ ആരോഗ്യത്തിൽ പെർട്ടിക്കുലർലി കോളൺ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന ഭാഗത്ത് ഒരുപാട് ഗട്ട് ബാക്ടീരിയ ഉണ്ട്. ഈ ഗട്ട് ബാക്ടീരിയയുടെ കംപ്ലീറ്റ് ബാലൻസ് ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഗ്യാസ് ഫോർമേഷനൊക്കെ അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഫെർമെന്റേഷനൊക്കെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യുന്നതാണല്ലോ. അപ്പൊ ഈ ഒരു കൺട്രോള് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെജിറ്റേറിയൻ ഡയറ്റും അല്ലെങ്കിൽ പ്യുവർലി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും പറയുന്നത്. അതില് കുറെ വേസ്റ്റ് ഫുഡും കുറെ ബെസ്റ്റ് ഫുഡും എന്നൊക്കെ പറയാം. പക്ഷെ അതിലേക്ക് ഞാൻ ഒരുപാട് പോകുന്നില്ല. കാരണം ഇതൊക്കെ നമുക്ക് പല സ്ഥലത്തു നിന്നും കിട്ടുന്ന മെസ്സേജുകളാണ്. അതിൽ നിന്ന് വളരെ കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ആയിട്ടുള്ള ഫുഡ്, പ്രത്യേകിച്ച് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ ആഡഡ് ടേസ്റ്റനർ ആയിട്ട് ചേർക്കുന്ന ചില സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രോസസ്ഡ് ഫുഡിൽ അളക്കാൻ പറ്റുമോ? അതില് ചില പെർട്ടിക്കുലർ കണ്ടന്റുകൾ നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ എൻ എന്ന് പറഞ്ഞിട്ടൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഈ MSG പോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഒഴിവാക്കാൻ പറ്റുമോ ഒഴിവാക്കണം. വൈറ്റ് ബ്രെഡ് എന്ന് അവിടെ എഴുതിയിരിക്കുന്ന വൈറ്റ് അല്ല, ബ്രൗൺ ആണെങ്കിലും ഒക്കെ ഒഴിവാക്കേണ്ടത് ആണ്. അതുപോലെ തന്നെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് ഷുഗറിന്റെ വേറൊരു പേര് മാത്രമാണ്. ഫാറ്റി ഫുഡ് പ്രത്യേകിച്ചും അത് ട്രാൻസ് ഫാറ്റി ലെവലിലേക്ക് പോയിട്ടുള്ള ഭക്ഷണങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് വളരെ കൂടുതൽ ദോഷം ഉണ്ടാക്കും. ഓക്കെ. ആൽക്കഹോൾ, സോഡ, അതുപോലെ തന്നെ റെഡ് മീറ്റ് ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിനെ സംബന്ധിച്ച് ലിവറിന്റെ ആരോഗ്യത്തിന് വളരെ മോശമായിട്ട് ബാധിക്കുന്നതാണ്. ഒരു പെർട്ടിക്കുലർ സ്റ്റഡി മാത്രമേ ഞാൻ ഇവിടെ കാണിക്കുന്നുള്ളൂ. അതില് 2023 നടന്ന ഒരു സ്റ്റഡിയാണ്. 19 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാരുടെ ഏകദേശം BMI, അതുപോലെ തന്നെ സെക്സ്, അതുപോലെ തന്നെ ഏജ്, ഇതൊക്കെ മാച്ച് ചെയ്തിട്ട് നടത്തിയ 243 പേരിൽ നടത്തിയ ഒരു സ്റ്റഡിയാണ്. ഇതിനകത്ത് NAFLDയും അതുപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പ്, 2 തരത്തിലുള്ള ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവരിലെ ചില ആൾക്കാരിൽ ഒരു പെർട്ടിക്കുലർ ഡയറ്റ് പാറ്റേൺ കൊടുത്തു, ചില ആൾക്കാരിൽ വേറൊരു ഡയറ്റ് പാറ്റേൺ കൊടുത്തു. ഇതിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ളതാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. ശരിക്കും ടോട്ടൽ പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് കുറഞ്ഞു. അതേസമയത്ത് പ്ലാന്റ് പ്രോട്ടീൻ കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് എഗൈൻ അവിടെ കുറഞ്ഞു. അതേസമയത്ത് അനിമൽ പ്രോട്ടീന്റെ അളവ് കൂട്ടിയ സമയത്ത് NAFLDയുടെ റിസ്ക് കൂടുക ചെയ്തത്. അനിമൽ പ്രോട്ടീൻ മോശമാണ് എന്നുള്ളതല്ല എൻ്റെ അഭിപ്രായം. പക്ഷെ ലിവറിന്റെ ആരോഗ്യത്തിന് ഇവിടെ അത് ചിലപ്പോൾ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും ഫാറ്റി ലിവർ ഉണ്ടോ, അപ്പം നമ്മൾ നോൺ വെജ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് ഉപയോഗിക്കണം. നോൺ വെജ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് അവിടെയുള്ളത്, അല്ലാതെ പ്രോട്ടീൻ കൺട്രോൾ ചെയ്യണം എന്നല്ല. പലപ്പോഴും അതിനെ പ്രോട്ടീൻ എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് എടുക്കാറുണ്ട്, പ്രോട്ടീനും ഫാറ്റും മാത്രമായിട്ട്. അങ്ങനെയല്ല, അത് പ്ലാന്റ് പ്രോട്ടീൻ കൂടുതലായിട്ട് ആവശ്യമുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഈവൻ NAFLD പോലും അവിടെ പ്ലാന്റ് ബേസ് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്. ഓക്കെ. മറ്റ് ചില മിത്ത് ആൻഡ് ഫാക്ട്സ് ഇവിടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഹൈ പ്രോട്ടീൻ ഓൾവേസ് ഹാംസ് ലിവർ എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഒരു മിത്ത്. അത് തെറ്റാണ്. ഹൈ പ്രോട്ടീൻ ഇൻടേക്ക് അല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പ്രോട്ടീൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എവിടെയും ഗ്രോത്തും റിപ്പയറും ഒക്കെ നടക്കാൻ ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞു ലിവറിനെ സ്വന്തമായിട്ട് റീജനറേറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് തിരിച്ച് ലിവർ സെല്ല് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പ്രോട്ടീൻ ആവശ്യമില്ലേ, ഗ്രോത്തിന് വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. പക്ഷെ ആ ലിവർ എവിടുന്ന് വരരുത്, ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നോൺ വെജ് സോഴ്സ് ഒന്ന് ആവരുത്, കൂടുതലും വെജിറ്റേറിയൻ സോഴ്സ് ഒന്ന് വരുന്നതാണ് നല്ലത്. ഓക്കെ. പ്രോട്ടീൻ റിച്ച് ഡയറ്റ്സ് ആർ പ്രൈമർലി കോസ് ഓഫ് ഫാറ്റി ലിവർ. അതും തെറ്റാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സോഴ്സ് അല്ല പ്രശ്നം. അവിടെ ഫാറ്റി ലിവർ ഉണ്ടാവുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എക്സസ് കലോറിയാണ്. ഈ എക്സസ് കലോറി ആയിട്ട് എന്താണ് അതിന്റെ റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ ഫാറ്റ് സ്റ്റോറേജിലേക്ക് കൊണ്ടുപോകുന്നതും പിന്നെ അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നതൊക്കെ ലിവറിലേക്ക് വെച്ചിട്ടാണ്. അതിനാണ് ഇൻസുലിൻ കൂടുതൽ വർക്ക് ചെയ്യുന്നത്.
പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ ആണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സോ ഫാറ്റി ലിവർ അഫക്ട്സ്, മൂന്നാമത്തെ മിത്ത്, ഫാറ്റി ലിവർ ഓൺലി അഫക്ട്സ് ഇൻഡിവിജ്വൽസ് ഹു ആർ ഓവർ വെയിറ്റ് ഓർ ഒബീസ്. അല്ല, മെലിഞ്ഞ ആൾക്കാരിലും ചില അവസരങ്ങളിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 ഗ്രേഡ് 2 ഒക്കെ കാണാറുണ്ട്. ഈ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈവൻ അയാൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതകളും കൂടി കാണാം, അല്ലെങ്കിൽ അവരുടെ ഇൻസുലിൻ ലെവല് കൂടുതലായിട്ട് ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ എന്താണ് ഇനിയിപ്പോ നല്ല ഒരു ലിവറിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത്, ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാനുള്ളത്? ഒരു ബാലൻസ് മീലാണ് ഏറ്റവും നല്ലത്. ബാലൻസ് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ്, ഫൈബർ, ഇത് മൂന്നും അടങ്ങിയതാണ് ബാലൻസ് മീൽ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കുടിക്കണം, അല്ലെ? ഇങ്ങനെ ഒരു ബാലൻസ് മീൽ ഉണ്ടാവുന്ന സമയത്ത് അതിനകത്ത് പ്ലാൻ ബേസ് ആയിട്ടുള്ള പ്രോട്ടീൻ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യും. അത് തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മുടെ എക്സസൈസ് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ആക്ടിവിറ്റീസ് വളരെ എഫക്റ്റീവ് ആയിട്ട് എനർജി കൺസംഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ആവും. മറ്റൊന്നാണ് മെയിൻറ്റെയിൻ ഹെൽത്തി വെയിറ്റ്. ഒബിസിറ്റിയിലേക്ക് പോവാതെ അല്ലെങ്കിൽ ഓവർ വെയിറ്റിലേക്ക് പോവാതെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലിവറിന്റെ ലോഡ് കുറച്ച് കുറയും. ഓക്കെ, സാൾട്ട് ഇൻടേക്ക് കുറക്കുക. സാൾട്ട് കൂടുതലാവുന്നത് പലപ്പോഴും ലിവറിന് ചിലപ്പോൾ അപകടകരമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡും ഷുഗറും അളവ് കുറക്കുക. ഈ പ്രോസസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 1ഉം 2ഉം പ്രോസസ്സിങ് കഴിഞ്ഞ ഫുഡാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് മുമ്പൊക്കെ. പക്ഷെ ഇപ്പോഴൊക്കെയുള്ള ഫുഡ് 3ഉം 4ഉം 5ഉം തരത്തിലുള്ള പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്ച്വൽ ക്വാളിറ്റി, ന്യൂട്രീഷണൽ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ വളരെ കുറവായിരിക്കും. ആ ടേസ്റ്റ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് മാറ്റർ മാത്രമായിരിക്കും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽക്കഹോൾ കൺസംഷൻ കുറക്കുക. അതുപോലെ തന്നെ വെള്ളം കുടിക്കുക. ഓക്കെ, 2 തരത്തിലുള്ള വെള്ളമുണ്ട്, അതിൽ ഏത് കുടിക്കണം എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കുക. ബി കോൺഷ്യസ് വിത്ത് സപ്ലിമെന്റ്സ്. സപ്ലിമെന്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലിമെന്റ്സ് മാത്രമല്ല, മെഡിക്കേഷനും ഒക്കെ വരും. നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അതിന്റെ ഒരു ലോഡ് ലിവറിന് എന്തും കഴിക്കാം എന്നല്ല, എവിടുന്ന് കിട്ടുന്നതും എന്തും നമ്മൾ കഴിക്കാം എന്നുള്ളൊരു പാറ്റേണിലേക്ക് പോയത്. അത് സപ്ലിമെന്റും ആയിക്കോട്ടെ. പക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞ് അത് എന്തിനു കഴിക്കുന്നു, എങ്ങനെയാണ്, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസോട് കൂടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാനേജ് സ്ട്രെസ്. സ്ട്രെസ്സും ഇൻസുലിനും തമ്മിലൊക്കെ ബന്ധമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് നമ്മളെ സ്ട്രെസ്സും എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. കഫീൻ ഇൻടേക്ക് ഒന്ന് കൺട്രോൾ ചെയ്യുക, ഒഴിവാക്കണമെന്ന് പറയില്ല. കാരണം അത് എനർജി ബൂസ്റ്റർ ആണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. പക്ഷെ അതിന്റെ ഇൻടേക്ക് 8ഉം 10ഉം ചായ കാപ്പിയിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാക്കുക. മറ്റൊന്നാണ് ലിവർ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു അവയവം ഓൾറെഡി എന്തെങ്കിലും സിറ്റുവേഷനിലാണ് ഉള്ളതെങ്കിൽ പലപ്പോഴും നമ്മൾ അറിയാറില്ല. അതാണ് വേറൊരു പ്രശ്നം. ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് വേറെ എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പോകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയുന്നില്ല. അപ്പോ ജനറലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുശേഷം അതിന്റെ മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജീവിതശൈലി മാറ്റം കൊണ്ടുവരാനോ പോകുന്നതിന് പകരം ഇപ്പോഴുള്ള അവസ്ഥയിൽ തന്നെ ഹെൽത്തി പാറ്റേണിലേക്ക് പരമാവധി ശ്രമിക്കുക. അതാണ് വേണ്ടത്. So that's all for today.